ഇത് കണ്ടോ, ഗവൺമെൻറ് ഓർഡർ, എക്സാം ഡ്യൂട്ടിയുടെ ഓർഡറാണ്. ഗവൺമെൻറ് സ്കൂൾ വെച്ച് നമ്മൾ എടുത്തുവല്ലോ, കണ്ടില്ലേ? അവിടെ വെച്ചിട്ടാണ് ഇത്. ഗവൺമെൻറ് സ്കൂൾ വെച്ചിട്ടാണ് ഇൻവിജിലേഷൻ ഉള്ളത്. അപ്പോൾ ഇതാണ് സ്കൂള്, ഗവൺമെൻറ് സ്കൂള്. തിങ്കളാഴ്ച തൊട്ട് ഇവിടെ എക്സാമിന് ഇവിടെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് അത്ഭുതമായിരിക്കണു, എല്ലാരും കൃത്യസമയത്ത് 8 മണിക്ക് ഇറങ്ങുകയാണല്ലോ. സാധാരണ പോണ നേരം 8:10. ഇന്ന് എന്തായാലും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മ കൊണ്ടുപോകേണ്ട കൂട്ടാന്റെ പാത്രം ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ 12:30 ആയപ്പോ അവർക്ക് അവിടെ ലഞ്ച് ടൈമാണ്, ഭക്ഷണം കഴിക്കാൻ. ഇപ്പോഴാണ് കൂട്ടാൻ നോക്കുമ്പോ സാധനം കാണാനില്ല. ഇവിടെ ഇരിക്കുന്നുണ്ട് മേശന്റെ മുകളിൽ. അത് എടുത്തിട്ട് ബാഗിൽ വെക്കാൻ മറന്നുപോയി, പാവം. നിങ്ങളിതുപോലെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ? സ്കൂളിൽ പോണ സമയത്തോ ജോലിക്ക് പോണ സമയത്തൊക്കെ ഫുഡ് കൊണ്ടുപോകാൻ മറന്നിട്ട് അവിടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലൊക്കെ പോയിട്ട് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന അവസ്ഥ. എന്ത് കൂട്ടി കഴിക്കും? വാഴയുടെ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് അരി വറുത്തിടാനുള്ള പരിപാടിയാണ്. ഫാനിന്റെ ചോട്ടിൽ വെച്ചിട്ട് മൊത്തം 6. ഈ സാധനം ഇങ്ങനെ വെറുതെ വാരി തിന്നാൻ തന്നെ നല്ല രസം കേട്ടോ. ഇനി മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. 1:10 ലഞ്ച് ടൈം. മട്ടരി ചോറ്, ഓംലെറ്റ്, ഉണ്ണിപ്പിണ്ടി ഉപ്പേരി, സാമ്പാർ, പപ്പടം. ഓംലെറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, കുരുമുളകിന് പകരം. ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കഴിക്കില്ലെന്നോ? ഈ ഉപ്പേരി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാ. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപാര ടേസ്റ്റാ. അങ്ങനെ ഞങ്ങൾക്ക് എക്സാം ഡ്യൂട്ടി ഇട്ടു കേട്ടോ. പബ്ലിക് എക്സാം അല്ലേ, 2-ാം തീയതി എക്സാം ഡ്യൂട്ടി ഇട്ടു. അപ്പൊ ഇതാണ് സ്കൂള്, ഗവൺമെന്റ് സ്കൂള്. തിങ്കളാഴ്ച തൊട്ട് ഇവിടെ എക്സാമിന് ഇവിടെ വരുന്നുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞു, വീട്ടിൽ പോവാം. വീട്ടിൽ പോകണ്ടേ? പിന്നെ എവിടേക്കാ പോണ്ടേ? വേറെ എവിടേക്കാ പോണ്ടേ? നമുക്ക് നൂഡിൽസ് ഒന്നും ഇല്ല, വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാ, വീട്ടിൽ പോവാ. മട്ടരി സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്ക് 7 മണിയായി. ഇന്ന് 4 സ്റ്റുഡൻസ് മുകളിൽ വന്ന്. എടാ, 4 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ മുകളിൽ. ടീച്ചർ വേഗം ചെല്ലു, ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. അങ്ങനെ സ്റ്റുഡൻസ് 4 പേര് എത്തിയിരിക്കുകയാണ്. 1, 2, 3, 4. ഇതിലേതാ പെൺകുട്ടിയുടെ ചെരുപ്പ്? അത് കാണുന്നില്ലല്ലോ. 4 ചെക്കന്മാരാണോ? പെൺകുട്ടി പോയോ? ആ പെൺകുട്ടി വന്നില്ലേ? എത്ര ഉണ്ട്? എന്നാ പിന്നെ ഞങ്ങൾ നൂഡിൽസ് വാങ്ങി കഴിക്കില്ലായിരുന്നു. ഈ മുതലിന് നൂലിഷ് നാളെ തിന്നത് കണ്ടോ? അയ്യേ, എന്തിനാ പറ്റാ? ഇഷ്ടല്ല. വേണ്ടേ വേണ്ട കൊണ്ടുവരും, വേണ്ടത്. ആ വാവയ്ക്ക് അത് ഇഷ്ടാണ്. തിന്നോട്ടെ. എന്നിട്ട് അത് മേടിച്ചു കൊടുത്തു. ഇനിയിപ്പോ എന്താ? അപ്പൊ ഇനിയിപ്പോ പുട്ട് തിന്നെ. ഇനി കൊടുക്കണ്ട. ഇനിയിപ്പോ പുട്ട് തിന്നെ വയറ്റില് സ്ഥലമില്ലല്ലോ ചത്തിന്. ഇല്ലേ? ഇനി രാവിലെ തിന്നാം. ഞാൻ ചെറിയ കഷ്ണം എടുത്ത് ടേസ്റ്റ് നോക്കട്ടെ. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിച്ചു. അമ്മ അതാ കൂട്ടുണ്ടാക്കി വെച്ചിരിക്കണു. ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കഴിക്കാം. എന്തായിരുന്നു അറിയോ തീറ്റ നൂഡിൽസ്? ഞങ്ങള് 4 വട്ടം 5 വട്ടം ഇട്ട് കഴിഞ്ഞാലും പിന്നെയും ചോദിക്കും 6ാമത്തെ വട്ടം ഇനിയും വേണം. അങ്ങനത്തെ വാവേ. ഒളിക്കണ്ട. വാവ കഴിച്ചത് വാവനെ കുറിച്ചിട്ട് തന്നെ പറയണം. ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ, ഗവൺമെൻറ് ഓർഡർ, എക്സാം ഡ്യൂട്ടിയുടെ ഓർഡറാണ്. ഗവൺമെൻറ് സ്കൂൾ വെച്ച് നമ്മൾ എടുത്തുവല്ലോ, കണ്ടില്ലേ? അവിടെ വെച്ചിട്ടാണ് ഇത്. ഗവൺമെൻറ് സ്കൂൾ വെച്ചിട്ടാണ് ഇൻവിജിലേഷൻ ഉള്ളത്. തിങ്കളാഴ്ച തൊട്ട് പോകണം. നാളെ ട്രെയിനിങ് ആണ്. ഞാൻ വിളിക്കാം കേട്ടോ, എപ്പോഴാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് കുട്ടീനെയും പിക്ക് ചെയ്യാനുണ്ടല്ലോ, ഞാൻ വിളിക്കാം. അറിയില്ല, നാളെ അറിയുള്ളൂ. നാളെ പറയാം. നാളെ ട്രെയിനിങ്ങിൽ അവർ പറയും എന്തൊക്കെയാണെന്ന്. 2 മണിക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ കൊല്ലം കിട്ടിയില്ല, ഇക്കൊല്ലം എനിക്ക് വന്നു. ഓക്കെ, എക്സൈറ്റഡ് ആണ്, നോക്കാം. അങ്ങനെ വരില്ല.
ഇയാള് ട്രെയിനിങ് ഒരു നേരത്തെ ആയിരിക്കും, കുട്ടി വേറെ നേരത്തെ ആയിരിക്കും. നാളത്തെ കാര്യം അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല, ഞാൻ പറയാ. ബട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണോ? മൺഡേ തൊട്ട് ഇവിടുന്ന് സ്കൂളിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പിക്ക് ചെയ്താൽ മതി. നാളത്തെ കാര്യം ഞാൻ പറയാം. പിന്നെ ഇൻവിജിലേഷന് സാധനം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആള് ഹാപ്പിയാണ്. എനിവേ ആ ഒരു ഗുഡ് ന്യൂസോട് കൂടി നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.